ഹായ് ഫ്രണ്ട്സ്, ടി&എസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തയ്യൽ ടീച്ചർ കേറ്ററ്റ് 4-ന് വേണ്ടിയുള്ള ഒരു ക്ലാസ്സാണിത്. ഇന്ത്യൻ തുണി നിർമ്മാണ വ്യവസായത്തെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. 18-ാം നൂറ്റാണ്ട് മുതലേ ഇന്ത്യ തുണി നിർമ്മാണ മേഖലയിൽ കരുത്തുറ്റതായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി തുണി നിർമ്മാണ വ്യവസായം ആരംഭിച്ചത് ഫോർട്ട് ഗ്ലോസ്റ്ററിലാണ്. പിൻകാലത്ത് വൻ നഗരങ്ങളായ മുംബൈയുടെയും കൽക്കത്തയുടെയും വളർച്ചയ്ക്ക് കാരണമായതും തുണി നിർമ്മാണ വ്യവസായമാണ്. ഇന്ത്യയിൽ കൃഷി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിൽ മേഖലകൾ സൃഷ്ടിക്കുന്ന വ്യവസായമാണ് ടെക്സ്റ്റൈൽ വ്യവസായം. തുണിത്തരങ്ങളുടെയും വസ്ത്രങ്ങളുടെയും കയറ്റുമതിയിൽ ലോകത്തിലെ 2ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ലോക വിപണിയിൽ പട്ടുനൂൽ ഉൽപ്പാദനത്തിന് 2ാം സ്ഥാനവും പരുത്തി ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനവും ഇന്ത്യക്കാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരുത്തി കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. തുണി നിർമ്മാണത്തിലെ വിവിധ ഘട്ടങ്ങളായ നൂൽക്കൽ, നെയ്ത്ത്, സംസ്കരണം, വസ്ത്രനിർമ്മാണം വരെയുള്ള എല്ലാ ഘട്ടങ്ങളും ഇന്ത്യൻ വസ്ത്രനിർമ്മാണ വ്യവസായത്തിൻ്റെ ഭാഗങ്ങളായി വരുന്നു. ഇന്ത്യൻ തുണി നിർമ്മാണ വ്യവസായ മേഖലകളിൽ നെയ്ത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. തുണി നെയ്യാൻ ഉപയോഗിക്കുന്ന യന്ത്രത്തെ തറി എന്നാണ് അറിയപ്പെടുന്നത്. പ്രധാനമായും 2 തരം തറികളാണ്, കൈത്തറിയും യന്ത്രത്തറിയും. നെയ്ത്ത് തുണി നിർമ്മാണ രീതികളിൽ വെച്ച് ഏറ്റവും പ്രചാരമുള്ളതും പ്രധാനവുമായ രീതിയാണ് നെയ്ത്ത്. 2 അതിലധികമോ തരം നൂലുകളെ തമ്മിൽ പരസ്പരം ലംബമായി ചേർത്തിണക്കുന്ന പ്രക്രിയയാണ് നെയ്ത്ത്. നെയ്തെടുക്കുന്ന തുണിയിൽ 2 തരം നൂലുകൾ ഉപയോഗിച്ചു വരുന്നു. വക്കിന് നെടുകയുള്ള നൂലുകളെ പാവുനൂലുകളും കുറുകെയുള്ളവയെ ഊടുനൂലുകളെന്നും പറയുന്നു. ഈജിപ്തിലെ ജനത നെയ്ത്ത് തുടങ്ങിയിരിക്കണമെന്നാണ് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത്. ഈജിപ്തിൽ മാത്രമല്ല, ഭാരതത്തിലും ജനങ്ങൾ പണ്ടുമുതൽ തന്നെ നെയ്ത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ചിരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.